ഇസ്ലാമാബാദ് സമാധാന ചർച്ചകളിൽ പരാജയപ്പെട്ടതിൽ വിശദീകരണവുമായി ഇറാൻ. ഭീഷണിക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങില്ല എന്ന് ഇറാൻ. ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം എന്ന് അമേരിക്ക. അശ്വജിത് സി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്, ഗുഡ് മോർണിംഗ്. ഈ സമാധാന ചർച്ച പരാജയപ്പെട്ടതിൽ എന്ത് വിശദീകരണമാണ് ഇറാൻ നൽകുന്നത്? മോത്തി, നമ്മൾ ഇന്നലെ രാവിലെ ഒരുപക്ഷെ ഒരു പ്രതീക്ഷയാണ് പങ്കുവച്ചത്. ഈ ഘട്ട ചർച്ചകളിലെങ്കിലും, നടക്കാനിരുന്ന ചർച്ചകളിലെങ്കിലും ഒരു താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഒരു സമാധാനം വരട്ടെ എന്ന്. പക്ഷേ ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് അങ്ങനെയല്ല. ഈ ചർച്ചകൾ നടന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമാകുകയാണ്. പരസ്പരം ഇരു രാജ്യങ്ങളും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇന്നലെ ചർച്ച നടക്കുമെന്ന പ്രതീതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി രണ്ടു കൂട്ടരും പിന്മാറുകയായിരുന്നു. അമേരിക്കൻ സംഘവും ഇറാനിൽ നിന്നുള്ള അവരുടെ വിദേശകാര്യമന്ത്രിയും ഒന്നിച്ചിരുന്ന് ഒരു ചർച്ച നടന്നില്ല. മറിച്ച് ഈ പരസ്പരം രണ്ടു കൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിനൊപ്പം തന്നെ പരസ്പരം കുറ്റപ്പെടുത്തുകയുമാണ്. ഒരുപക്ഷെ അമേരിക്ക പറയുന്നത് ഇറാന്റെ കടുംപിടുത്തവും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമാണ് തങ്ങൾ ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ കാരണമെന്നും ഇനി അത് അത്തരം നിലപാടിൽ മാറ്റമില്ലാതെ ഇനി ചർച്ചകൾക്കില്ല എന്നുമാണ്. മറിച്ച് അതേ തന്നെയാണ് ഇറാനും ആവർത്തിക്കുന്നത്. അമേരിക്ക ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചർച്ച സാധ്യമാകുക എന്നാണ് ഇറാനും ചോദിക്കുന്നത്. ഏതായാലും ചർച്ച നടന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ടായി. അതായത് ഇന്നലെ ഇസ്ലാമാബാദിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചില നിർദ്ദേശങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ടും ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കൈവശം എഴുതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അത് അമേരിക്കയുമായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരുപക്ഷെ ഒരു ചർച്ച നടന്നേക്കാം. ആ ചർച്ചയുടെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി എന്ത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ കഴിയുക.